ശിവകാശിയിൽ ഇതുപോലെ ലക്ഷക്കണക്കിന് പടക്ക കമ്പനികളാണുള്ളത്. ലക്ഷക്കണക്കിനെന്ന് പറഞ്ഞാൽ ഒട്ടും കൂടുതലല്ല, അതിനേക്കാൾ കൂടുകയുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ ഒത്തിരി കടകളാണ്. അത് തൊട്ടടുത്തടുത്ത് തന്നെയാണ് ഇതെല്ലാം കാണുന്നത്. അതുപോലെ ഒരു സ്ഥലത്തിന് നമ്മൾ അകത്തേക്ക് കയറി ചെന്നു. പക്ഷേ അവിടെ ഒന്നും മറ്റുള്ളവരെ അവരാരും കടത്തിവിടില്ല കേട്ടോ. കാരണം പലതും നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം. നമ്മൾ ഒളിച്ചും പാത്തും വേണം ഇതെല്ലാം ക്യാമറയിൽ പകർത്താനും. ഇത് കണ്ട, ഇതുപോലുള്ള ഒട്ടേറെ കടകളാണ് ടൗണിൽ തന്നെയുള്ളത്. ഈ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതുപോലെ തൊട്ടടുത്ത് തന്നെ, തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒട്ടേറെ കടകളാണ് അടുത്തടുത്ത് തന്നെയുള്ളത്. ഏതെങ്കിലും ഒരു കടയ്ക്ക് ഒരു അപകടം ഉണ്ടായാൽ അത് എല്ലായിടത്തും ഒരുപോലെ തന്നെ ആളിപ്പടരുന്ന രീതിയിലാണ് ഇവിടെയുള്ള ഓരോ കാഴ്ചകളും. ശിവകാശിയിൽ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് നടന്നാൽ മതി, നമുക്ക് കാണാം രണ്ട് സ്ഥലങ്ങളിലും ഇതുപോലെ കടകൾ. കുറേ അങ്ങ് ഉൾഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലോ ലക്ഷക്കണക്കിന് വരുന്ന ഇതുണ്ടാക്കുന്ന സ്ഥലങ്ങൾ, ഇത് നിർമ്മാണ കമ്പനികളാണ്. ഒരാഴ്ചക്ക് മുന്നെയാണ് അവിടെ ഒരു അപകടം ഉണ്ടായത്. പോയത് 20 പേരുടെ ജീവനാണ്. തലയും കൈയും കാലും ഒന്നുമില്ലാതെ പോയ 20 പേരുടെ ജീവൻ. പക്ഷേ അവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് അവർ കണക്ക് കൊടുത്തത് ഒരാളുടെയാണെന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം ഏറെയും നിയമവിരുദ്ധമായിട്ട് തന്നെയാണ് ഉള്ളതെന്ന്. ലക്ഷക്കണക്കിന് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് വെറുതെ അല്ല. ഇതൊന്ന് കണ്ടു നോക്കും. ആയിരക്കണക്കിന് ഷോപ്പുകളാണ് കേട്ടോ. ഈ അങ്ങോട്ടൊക്കെ ഈ ഏരിയ ഫുള്ള് ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സൈഡ് മാത്രമേ കാണിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇടതുവശം അതുപോലെ തന്നെ ഷോപ്പുകളാണ്. വെറുതെ ഒരു വണ്ടിയുമായി അവരുടെ ഗ്രാമങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ മതി. ഇതുപോലെ ഒട്ടേറെ കടകൾ, ഒട്ടേറെ നിർമ്മാണ കമ്പനികൾ എല്ലാം നമുക്ക് കാണാം. കമ്പനിയിലെ ഒരാളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായതും അവർക്ക് ഒരു ദിവസം 1500 രൂപ മുതൽ 2000 രൂപ വരെ കൂലിയുണ്ടെന്നാണ്. മറ്റുള്ള ഏത് കമ്പനിയിൽ ഏത് ജോലിക്ക് പോയാലും ഒരു മാസം 5000 6000 രൂപയൊക്കെ അവർക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഒരു ദിവസം 1500 2000 രൂപ കിട്ടുന്നത് കൊണ്ട് തന്നെ ആരും ഒന്നും നോക്കാതെ തന്നെയാണ് ജോലിക്ക് പോകുന്നത്. ജീവൻ പോയാലും പ്രശ്നമല്ല എന്നുള്ള നിലയിലാണ് അവർ ഈ ഒരു കച്ചവടത്തിന്, ഈ ഒരു ബിസിനസ്സിലേക്ക് അവരെല്ലാവരും ഇറങ്ങിത്തിരിക്കുന്നതും അതുപോലെ തന്നെ പണിക്ക് പോകുന്ന നിർമ്മാണ തൊഴിലാളികൾ. ഈ സൈഡ് ആ സൈഡ് ഒക്കെ ഉണ്ട്.